ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പരമാത്മനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 17-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം തൊട്ടുള്ള കാര്യങ്ങൾ. അവിടെ കശ്യപ പ്രജാപതിക്കും ദിതീദേവിക്കും രണ്ട് കുട്ടികൾ, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു വരികയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ നിരവധി ദുർനിമിത്തങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത്. അപ്പോൾ പിന്നീടത് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നു. ദൃഷ്ട്വാന്യാംശ മഹോൽപാതാനതത്വവിദ പ്രജാഃ ബ്രഹ്മപുത്രാനൃതേ ഭീതാഃ മേനിരേ വിശ്വസംപ്ലവം. അന്യാൻച വേറെയും മഹോൽപാതാൻ വലുതായ ദുർനിമിത്തങ്ങൾ ദൃഷ്ട കണ്ടിട്ട് ബ്രഹ്മപുത്രാൻ ഋതേ ബ്രഹ്മാവിൻ്റെ പുത്രരൊഴികെയുള്ള അതതത്വവിദ പ്രജാഃ അതെന്തെന്നറിയാത്തവർ ഭീതാഃ ഭയന്ന് വിശ്വസംപ്ലവം ലോകനാശമാകാമെന്ന് മേനിരെ ചിന്തിച്ചു. അപ്പോൾ വേറെയും അനേകം ദുർനിമിത്തങ്ങൾ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായി. അതിൽ ആ ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ആൾക്കാർ. ആ കണ്ടവരിൽ സനകാദികൾ ഒഴികെയുള്ള പ്രജകൾ ഇതിൻ്റെ കാരണം എന്തെന്നറിയാതെ ലോകാവസാനം സമാഗതമായെന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഉണ്ടായത്. ആദിദൈത്യന്മാരായ അവർ ഇരുവരും പൂർവസിദ്ധമായ സ്വപൗരുഷത്താൽ കല്ലുപോലെ ശക്തിയുള്ള ശരീരത്തോടുകൂടി പർവ്വതം പോലെ പെട്ടെന്ന് വളർന്നു. അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായി. അവരുടെ ആ വളർച്ച പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. തവ ആദിദൈത്യവും സഹസാ വ്യജ്യമാനാത്മപൗരുഷൗ വവൃഥാതേഷ്മസാരേണ കായേനാദ്രിപതി ഇവ. തൗ ആദിദൈത്യം, ആ രണ്ട് ദിതിയുടെ പുത്രന്മാര്. അവിടെ ആദിദൈത്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് അസുരന്മാരെന്ന് അർത്ഥം പറയാം. ദിതിയുടെ ആദ്യത്തെ രണ്ട് കുട്ടികൾ വ്യജ്യമാന ആത്മപൗരുഷവും വ്യക്തമാക്കപ്പെട്ട പരാക്രമത്തോടെ, വ്യജ്യമാന ആത്മപൗരുഷവും വ്യക്തമാക്കപ്പെട്ട പരാക്രമത്തോടെ അദ്രിപതി ഇവ രണ്ട് പർവ്വത രാജാക്കന്മാരെന്ന പോലെ അശ്മസാരേണ പാറ പോലെ ഉറപ്പുള്ള കായേന ശരീരത്തോടെ സഹസാ വേഗത്തിൽ വവൃഥാതെ വളർന്നു. അങ്ങനെ കശ്യപ പ്രജാപതിക്ക് ദിതിയിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നിങ്ങനെ രണ്ട് പുത്രന്മാർ ജനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ മഹാഭാരതം ആദ്യ പർവ്വത്തിൽ ഹിരണ്യാക്ഷൻ ഇല്ല. ഏക ഏവ ദിതേ പുത്രോ ഹിരണ്യകശിപു സ്മൃത എന്നാണ് മഹാഭാരതത്തിൽ. മറ്റ് ദുർലഭം ചില പുരാണങ്ങളിലും ഈ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ മഹാഭാരതം ശാന്തി പർവ്വത്തിൽ തന്നെ 339-ാമത്തെ അധ്യായത്തിൽ നഷ്ടേ പുനർബലാൽ കാല ആനയത്യമിതദ്യുതി തഥാ ബലാദഹം പൃഥ്വീം സർവഭൂതഹിതായ വൈ സത്വൈരാക്രാന്ത സർവാംഗാം നഷ്ടാം സാഗരമേഖലാം ആനയിഷ്യാമി സ്വസ്ഥാനം വരാഹം രൂപമാസ്ഥിതഃ ഹിരണ്യാക്ഷം വധിഷ്യാമി ദൈതേയം ബലഗർവിതം നാരസിംഹം വപുഃ കൃത്വാ ഹിരണ്യകശിപും പുനഃ എന്ന് ഭഗവാന്റെ വാക്യം തന്നെ കാണുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലും വിഷ്ണുധർമാത്തരം തുടങ്ങിയിട്ടുള്ള കൃതികളിലുമൊക്കെ ഈ ഹിരണ്യാക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. ഹിരണ്യകശിപു തസ്മാത് കർമ്മണ തേന സസ്മൃത ഹിരണ്യാക്ഷോ നജസ്തസ്യ സിംഹികാ തസ്യ ചാനുജ. ഇങ്ങനെ ആ കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് മറ്റു പുരാണങ്ങളിൽ. ഹിരണ്യാക്ഷം തദാഹത്വ നൃവരാഹോ ജനാർദ്ദനഃ പ്രോധേന ച കരാഭ്യാം ച വിദാര്യ വസുധാം ബലാത്. ഇങ്ങനെ വിഷ്ണുധർമ്മോത്തരത്തിലും ഈ ഹിരണ്യാക്ഷൻ്റെ സൂചനകൾ കാണാം. അപ്പം എന്തായാലും ഈ ഭാഗവതത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഉണ്ട്. അപ്പോൾ മഹാഭാരതത്തിലൊക്കെ ഉള്ളത് ചെറിയ ചെറിയ കഥ പറയുന്ന സമയത്തുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ
ആ ആദിദൈത്യന്മാരെ വർണ്ണിക്കുകയാണ് ശ്രീശ ബ്രഹ്മർഷി. ദിവിസ്പൃശൗ ഹേമ കിരീടകോടിഭിർനിരുദ്ധകാഷ്ഠൗ സ്ഫുരദംഗദാഭുജൗ ഗാം കമ്പയന്തൗ ചരണൈ പദേ പദേ കട്യാസു കാഞ്ച്യാർക്കമതീത്യ തസ്ഥതു. ഹേമകിരീടകോടിഭി പൊൻകിരീടാഗ്രങ്ങളാൽ ദിവിസ്പൃശവും ആകാശത്തെ മുട്ടുന്നവരും നിരുദ്ധകാഷ്ഠവും ദിഗന്തങ്ങൾ വ്യാപിക്കുമാറ് തടിച്ചവരും സ്ഫുരദംഗദാഭുജവും മിനു മിന്നുന്ന തോൾവളകൾ ഉള്ള ഭുജങ്ങളോടുകൂടിയവരും ചാരണൈഹി കാൽകളാൽ ചാരണൈഹി എന്നല്ല ചരണൈഹി കാലുകളാൽ പതേ പതേ ഓരോ അടിവെപ്പിലും ഗാം ഭൂമിയെ കമ്പയന്തു വിറപ്പിക്കുന്നവരുമായ അവർ സുകാഞ്ചിയ ഭംഗിയുള്ള അരഞ്ഞാണമണിഞ്ഞ കട്ടിയ അരക്കെട്ടിനാൽ അർക്കം ആദിത്യബിംബത്തെ അതീത്യ മറികടന്ന് തസ്ഥതു നിലകൊണ്ടു. പ്രജാപതിർനാമ തയോരകാർഷീയ പ്രാക് സ്വദേഹാദ്യമയോരജായത തം വൈ ഹിരണ്യകശിപും വിദുപ്രജാഃ യം തം ഹിരണ്യാക്ഷമസൂതസാഗ്രത. തയോഹോ അവർക്ക് പ്രജാപതി കശിപ പ്രജാപതി നാമ അകാർഷീത് നാമകരണം ചെയ്തു. യയോ ഇരട്ട പ്രസവത്തിൽ പ്രാക്യ ആദ്യമായി ആരോ സ്വദേഹാത് തൻ്റെ ദേഹത്തിൽ നിന്ന് അജായത ഉണ്ടായത് തം വൈ അവനെയത്രേ പ്രജാജനങ്ങൾ ഹിരണ്യകശിപു എന്ന് വിദു അറിയുന്നത് സ അവൾ ദിതി യം ആരെ അഗ്രതഃ ആദ്യം അസൂത പ്രസവിച്ചുവോ തം അവനെ ഹിരണ്യാക്ഷനെന്നും അറിയുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയാണ്. ആ രണ്ട് അസുരന്മാരും അവരെഴുന്നേറ്റ് നിന്നാൽ ആ കിരീടങ്ങളുടെ അഗ്രങ്ങളാൽ ആകാശം തൊടും. അതായത് അത്രയും ആൾപ്പൊക്കമുണ്ട്. ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുക എന്നുള്ളത് കഥ പറയുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. ദേഹപുഷ്ടി കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഭുജങ്ങൾ ശോഭിക്കുന്ന തോൾവളകളാൽ അലങ്കൃതങ്ങളാണ്. ഓരോ കാൽവെപ്പിലും ഭൂമി വിറയ്ക്കുന്നു. അരഞ്ഞാണങ്ങൾ അണിഞ്ഞ അരക്കെട്ട് സൂര്യനേക്കാൾ മീതെയാണ്. അത്രയും ഉയരമുണ്ട് എന്നർത്ഥം. അവരിങ്ങനെ സ്ഥിതി ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും കശ്യപ പ്രജാപതി നാമകരണം ചെയ്തു. തൻ്റെ വീര്യത്തിൽ നിന്ന് ആദ്യമുണ്ടായവനെ ഹിരണ്യകശിപുവെന്നും ആദ്യം പ്രസവിക്കപ്പെട്ടവനെ ഹിരണ്യാക്ഷനെന്നുമുള്ള നാമധേയങ്ങളിൽ പ്രജകൾ അറിയുന്നു. അപ്പോൾ ഇവിടെ ഇരട്ട കുട്ടികളായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഇരട്ട പ്രസവത്തിൽ ജനിക്കുന്നത് ഗർഭോത്പാദനത്തിൻ്റെ പ്രതിലോമക്രമത്തിലെന്നാണ് ഭാഗവതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതിനാൽ പ്രസവത്തിൽ ആദ്യം ജനിക്കുന്നവൻ അനുജനും രണ്ടാമത് ജനിക്കുന്നവൻ ജ്യേഷ്ഠനുമാണ്. ഇതിനൊരു പ്രമാണം പോലുമുണ്ട്. അത് ശ്രീധരാചാര്യസ്വാമികൾ അവിടെ സമർത്ഥിക്കുന്നു. അയം ഭവഃ യദാഹി ഗർഭാധാനസമയേ യോനിപുഷ്പം വിശദ്വീര്യം ദിധാ വിഭക്രം ആദിപശ്ചാദ്ഭാവേന പ്രവിശതി തഥാ യമൗ ഭവസ്തയോശ്ച പിതൃതഃ പ്രവേശക്രമവിപര്യയേണ മാതൃതഃ പ്രസൂതി യഥാ വിഷേദ്വിധാഭൂതം ബീജം പുഷ്പം പരീക്ഷരത് ദൗ തഥാ ഭവതോ ഗർഭൗ സൂതിർവേഷവിപര്യയാത് ഇതി പിണ്ഡസിദ്ധാന്തസ്മരണാത്. അതായത് പിണ്ഡസിദ്ധി എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിലെ പ്രമാണമാണ് ശ്രീധരാചാര്യർ ഉദ്ധരിക്കുന്നത്. അപ്പോൾ സ്ത്രീയോനിയിൽ പ്രവേശിച്ച വീര്യം രണ്ടായി വിഭജിക്കപ്പെട്ടാൽ ഇരട്ട പ്രസവിക്കും എന്നാണ്. അപ്പോൾ പിതാവിൽ നിന്ന് മാതൃയോനിയിൽ പ്രവേശിക്കുന്നതിൻ്റെ പ്രതിലോമക്രമത്തിലാണ് പ്രസവം നടക്കുക. ആദ്യം ഉൽപ്പാദിപ്പിക്കപ്പെട്ടവൻ പ്രസവത്തിൽ രണ്ടാമനായിരിക്കും. അതിനാൽ അവനാണ് ജ്യേഷ്ഠൻ എന്ന് സാരം. ഇത്രയുള്ള കാര്യം. രണ്ട് കുട്ടികളുണ്ടാകുന്ന സമയത്ത് ആദ്യം ഒരാളുണ്ടാവും. അയാളുടെ ആ കോശവിഭജനമൊക്കെ നടന്ന് ആ ശരീരമായി വരുമ്പോഴേക്കായിരിക്കും രണ്ടാമത്തെ ആളുടേത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്രമത്തിൽ ആ ശരീരം പ്രസവിക്കുന്ന കാലം വരെ ആ ഗർഭപാത്രത്തിൽ കിടന്ന് വളർന്ന് പ്രസവിക്കുന്ന സമയത്ത് ഈ രണ്ടാമതുണ്ടായിട്ടുള്ള ആളും ആദ്യമുള്ള ആളും ഇതല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടായ ആൾ രണ്ടാമതായിരിക്കും വരിക. ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം വന്നത് അവിടെ ഹിരണ്യാക്ഷൻ, അയാൾ അനിയനാണ്. ഹിരണ്യകശിപുവാണ് ജ്യേഷ്ഠൻ എന്നുള്ള കാര്യം സമർത്ഥിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ഭാഗവത ശ്ലോകവും ശ്രീധരാചാര്യരുടെ ഈ വ്യാഖ്യാനവും നിരവധി ആചാര്യന്മാർ അക്കാലത്ത് തന്നെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മചിന്തനത്തിൽ ഈ ഒരു വിമർശനത്തിലൊന്നും വലിയൊരു കഴമ്പില്ല എന്നുള്ളതും ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പം വ്യവഹാരമയൂഖം എന്ന ഗ്രന്ഥത്തിൽ ഭട്ടനീലകണ്ഠാചാര്യര് മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് ഇരട്ട പ്രസവങ്ങളിൽ ആദ്യം ആരെ പ്രസവിച്ചുവോ അവനാണ് ജ്യേഷ്ഠൻ എന്ന് വാദിക്കുന്നു. അനന്തരം ശ്രീധരാചാര്യരെ മേലുദ്ധരിച്ച വ്യാഖ്യാനത്തിലെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് അതിനെ ഖണ്ഡിക്കുകയും ചെയ്യുന്നു. അതായത് അക്കാലത്ത് തന്നെ ഈ ഒരു കാര്യത്തിൽ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ജന്മജ്യേഷ്ഠേന ചാഹ്വാനം സുബ്രഹ്മണ്യസ്വാപി സ്മൃതം യമയോശൈവ ഗർഭേഷു ജന്മതോ ജ്യേഷ്ഠതാ സ്മൃത. ഇങ്ങനെയാണ് മനുസ്മൃതിയിൽ. യസ്യ ജാതസ്യ യമയോഹോ പശ്യന്തി പ്രഥമം മുഖം സന്താനഃ പിതരശ്ചൈവ തസ്മിൻ ജ്യേഷ്ഠ്യം പ്രതിഷ്ഠിതം ഇതി. യതു പിണ്ഡസിദ്ധ്യാദി വൈദികഗ്രന്ഥേഷു അനന്തരപ്രസൂതസ്യ ജ്യേഷ്ഠ്യമുക്തം തത് അനേന കാര്യാംശേ ബാധ്യതേ തസ്യാ ശ്രുതിമൂലത്വാത്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. യത്തോ തഥാ ഭവതോ ഗർഭോ സൂതിർവേഷ വിപര്യയാത് ഇത്യാദിന ഭഗവതേ പശ്ചാജ്ജാതസ്യ ജ്യേഷ്ഠ്യമുക്തം തദപ്യനേന ബാധ്യന്തെ പുരാണേഷു ആചാരാണാം ബഹുശോ ദർശനാത്. അപ്പോൾ ഈ സുബ്രഹ്മണ്യ സൂക്തത്തെ അവലംബിച്ചുകൊണ്ട് മനുസ്മൃതി വിധിക്കുന്നത് ഇരട്ട പ്രസവങ്ങളിൽ ആരെ ആദ്യം പ്രസവിക്കുന്നുവോ അവനാണ് ജ്യേഷ്ഠനെന്നാണ്. എന്നാൽ പിണ്ഡസിദ്ധി മുതലായ ചില വൈദ്യഗ്രന്ഥങ്ങളിൽ പിന്നീട് ജനിക്കുന്നവനാണ് ജ്യേഷ്ഠൻ. ആ പ്രമാണങ്ങൾ സ്മൃതി വിരുദ്ധങ്ങളാകയാൽ ആധികാരികമല്ല. ഇപ്പം ഭാഗവതത്തിൽ ഈ വൈദ്യഗ്രന്ഥത്തെ അവലംബിച്ച് പിന്നീട് ജനിച്ചവന് ജ്യേഷ്ഠഭാവം കൽപ്പിച്ചിരിക്കുന്നു. പുരാണങ്ങളിൽ സ്മൃതികളുമായി വൈരുദ്ധ്യമുള്ള അനേകം ആചാരങ്ങൾ കാണപ്പെടുന്നു. അപ്പം പുരാണങ്ങളെപ്പറ്റി പൊതുവിൽ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായി എന്നുള്ളത് അക്കാലത്ത് തന്നെ ആൾക്കാർ വളരെ നിർഭാഗ്യമായിട്ട് പറഞ്ഞു. അപ്പം മനുസ്മൃതി അവലംബിക്കുന്ന ഈ സുബ്രഹ്മണ്യ സൂക്തം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യോം ഇന്ദ്രാഗച്ഛ ഹരിവ ആഗച്ഛ മേധാതിഥിർ മേഷവൃഷണശ്വസ്യമേനേ ഗൗരവസ്കന്ദിന്നഹല്യായൈ ജാര കൗശിക ബ്രാഹ്മണ ഗൗതമബ്രുവാണ ഏതാവദഹേ സുത്യാം യാവദഹേ സ്യാത് ദേവാ ബ്രഹ്മാണ ആഗച്ഛതാഗച്ഛത. ഇങ്ങനൊരു മന്ത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അത്ര വ്യക്തമൊന്നുമല്ല. എന്തായാലും അവിടെ ജന്മജ്യേഷ്ഠ്യ തത്വം അടങ്ങിയിട്ടുണ്ടെന്ന് അംഗീകരിക്കാം ആ മന്ത്രത്തിൽ. അപ്പോൾ അവിടെ ഈ ശ്രൗതസൂത്രങ്ങൾ കൽപ്പസൂത്രങ്ങളിൽപ്പെട്ടതാണ്. കൽപ്പസൂത്രങ്ങൾക്ക് പുരാണങ്ങളുടെ സ്ഥാനമാണ് മീമാംസകന്മാരൊക്കെ നൽകിയിട്ടുള്ളത്. ശ്രൂയത്തെ ഹി യൽ ബ്രാഹ്മണാനി ഇതിഹാസ പുരാണാനി കൽപ്പാനിതി തേ വേദാർത്ഥകൽപ്പനാത് കൽപ്പായിതി നിത്യേവ സമാഖ്യയാ ബ്രഹ്മയജ്ഞാംഗതയാ വിധീയന്ത ഇത്യനിത്യത്വേപി ഗ്രന്ഥവ്യക്രീനാം നിത്യവിധിവിഷയതോപപത്തിഃ തസ്മാത് തൈഷാം സ്വാതന്ത്രേണ പ്രാമാണ്യമിതി ശാക്യാദി നിബന്ധനാനാം സിദ്ധം ധർമ്മേ പ്രമാണാഭാസത്വം. ഇങ്ങനെ ശാസ്ത്രദീപിക കൽപ്പസൂത്രാധികരണം എന്നുള്ള ഭാഗത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പറയണത് കൽപ്പസൂത്രങ്ങൾക്ക് പ്രാമാണ്യം സിദ്ധിക്കുന്നതാവാം വേദത്തെ അനുവർത്തിക്കുന്നതിനാലാണ്. അപ്പം മനുസ്മൃതിയിൽ സുബ്രഹ്മണ്യസ്വാപി സ്മൃതം എന്നാണ് പറഞ്ഞത്, അല്ലാതെ സുബ്രഹ്മണ്യസ്വാപി ശ്രുതം എന്നല്ല. അതുകൊണ്ട് ഈ സുബ്രഹ്മണ്യ സൂക്തം വേദാധിഷ്ഠിതമല്ലെന്ന് പറയേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള ഈ മന്ത്രങ്ങൾക്കൊന്നും സ്വതപ്രാമാണ്യമൊന്നുമില്ല. കാരണം പരമപ്രമാണം എന്ന് പറയുന്നത് വേദമാണ്. അപ്പം അവിടെ ശ്രുതം എന്നല്ല പറഞ്ഞത്, സ്മൃതം എന്നാണ്. അപ്പം ഇതിഹാസ പുരാണങ്ങളോട് തുല്യമായ പ്രാമാണ്യമേ ഈ കാര്യത്തിലൊക്കെ ഉള്ളൂ. അപ്പം ഇപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ നാട്യായന ശ്രൗതസൂത്ര പ്രമാണവും ഭാഗവത പുരാണ പ്രമാണവും തുല്യ പ്രാധാന്യമുള്ളവയും വികല്പവിധിക്ക് വിധേയവുമാണ്. അതുകൊണ്ട് പുരാണങ്ങളെ ആകമാനം ഇപ്രകാരം
അവിടെ ചില ആചാര്യന്മാർ ഈ ഒരു കാര്യം പറഞ്ഞ് അപലപിച്ചത് ശരിയായില്ല എന്നാണ്. അപ്പോൾ അവിടെയൊക്കെ നിരവധി ഗംഭീരന്മാരായിട്ടുള്ള ആചാര്യന്മാർ നിരവധി ആശയങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകളെ വിമർശിക്കുന്നുണ്ട്. അവിടെ ഈ ഭട്ട നീലകണ്ഠാചാര്യർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഭാഗവതത്തിൻ്റെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ചില ആൾക്കാർ ഇങ്ങനെ ഈ ഇതിൽ ഹിരണ്യാക്ഷനാണോ ഹിരണ്യകശിപുവാണോ ആരാണ് മൂത്തവൻ എന്നുള്ളതിനെക്കുറിച്ച് അക്കാലത്തെ ചർച്ചയുണ്ട്. പക്ഷെ നമുക്ക് ഏകദേശം ചിന്തിച്ചാൽ അറിയാം, ഇരട്ട കുട്ടികളെ പ്രസവിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ആള് അവിടെ അനിയനും രണ്ടാമത് വരുന്ന ആള് ജ്യേഷ്ഠനുമാണ്. ഒരു ചെറിയൊരു യുക്തി മാത്രമേ അതിന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി ഹിരണ്യകശിപുവിന് ആ പേര് എങ്ങനെ വന്നു എന്നുള്ള സംഗതി പല പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ബ്രഹ്മാണ്ഡ പുരാണത്തില് ദിത്യാഗർഭാത് വിനിസൃത്യ തത്രാസീന സമന്തതഃ ഹിരണ്യകശിപു തസ്മാത് കർമ്മണ തേന സസ്മൃത. അപ്പം ദിതിയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ ഹിരണ്യകശിപുവിൽ ആ ഹിരണ്യകശിപു ഒരു പൊൻപിരിപ്പിൽ കയറി ഇരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അത്രേ ഇയാൾക്ക് ഹിരണ്യകശിപു എന്ന പേരുണ്ടായത്, ആ കർമ്മത്തിൽ നിന്ന്. അപ്പം ജനിച്ച സമയത്ത് തന്നെ ഇയാൾക്ക് ഈ സ്വർണത്തിനോടുള്ള താല്പര്യം വിളിച്ചു പറയാണ്. ഇപ്പം കൊട്ടാരത്തിലാണ് പ്രസവിച്ചത്, അവിടെ മറ്റു തുണിക്കഷ്ണങ്ങളും തലയിണകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഈ ഈറ്റല്ലത്തിൻ്റെ അകത്ത്. പക്ഷെ ജനിച്ച ഉടനെ തന്നെ ഈ കുട്ടി നേരെ പോയിട്ട് ആ പൊൻപിരിപ്പിൽ കയറിയിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് ഹിരണ്യകശിപു എന്ന് പേരിട്ടു അത്രേ. ചക്രേ ഹിരണ്യകശിപുദ്വാർഭ്യാം ബ്രഹ്മവരേണ ച വശേ സപാലാൻ ലോകാം സ്ത്രീൻ അകരോൻ മൃത്യുരുദ്ധതാം. ബ്രഹ്മവരേണ, ബ്രഹ്മാവിൻ്റെ വരബലത്താൽ, അകുതോ മൃത്യുച്ച, എവിടെ നിന്നും മരണഭയമില്ലാത്തവനായ ഹിരണ്യകശിപു ദോർഭ്യാം കയ്യൂക്കുകൊണ്ട് ഉദ്ധത അഹങ്കരിച്ച് ത്രീൻ ലോകാൻ ത്രൈലോക്യത്തെ സപാലാൻ ലോകപാലന്മാരോടുകൂടി വശേ ചക്രേ സ്വാധീനത്തിലാക്കി. ഹിരണ്യാക്ഷോനുജസ്തസ്യ പ്രിയ പ്രീതികൃതന്വഹം ഗദാപാണിർ ദിവം യാതോ യുയുസ്സു മൃഗയൻ രണം. തസ്യ പ്രിയ അനുജ, അവൻ്റെ പ്രിയപ്പെട്ട അനുജനായ ഹിരണ്യാക്ഷൻ. അപ്പോൾ ഈ ശ്ലോകവും ശ്രദ്ധിക്കുക. അവിടെയും ഈ ഹിരണ്യകശിപു മൂത്തയാളും അനിയൻ ഹിരണ്യാക്ഷനുമാണ്. തസ്യ, അവന് അന്വഹം എപ്പോഴും പ്രീതിയെ ചെയ്യുവാൻ യുയുത്സു യുദ്ധേച്ഛുവായിട്ട് രണം യുദ്ധത്തിനവസരം മൃഗയൻ അന്വേഷിച്ച് ഗദാപാണി ഗദയുമേന്തി ദിവം സ്വർഗലോകത്ത് യാതഃ ചെന്നവനായി. അപ്പം ഹിരണ്യകശിപു തൻ്റെ കരബലം കൊണ്ട് മധുവന്മത്തനായി തീർന്നു. ബ്രഹ്മാവിൽ നിന്ന് സിദ്ധിച്ച വരബലം കൊണ്ട് മൃത്യുഭയവിഹീനനുമായി. അങ്ങനെ അഹങ്കരിച്ച് 3 ലോകങ്ങളെയും ലോകപാലന്മാരെയും കീഴടക്കി. ഈ ഹിരണ്യകശിപുവിൻ്റെ ചരിത്രം നമുക്ക് സപ്തമസ്കന്ധത്തിൽ വളരെ വിശദമായിട്ട് കാണാം. ഹിരണ്യകശിപുവിന് പ്രിയനും പ്രിയത്തെ ചെയ്യുന്നവനും അനുജനും യുദ്ധപ്രിയനുമായ ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്യാൻ അവസരം അന്വേഷിച്ചുകൊണ്ട് ഗദാധാരിയായി സ്വർഗത്തിലേക്ക് പോയി അത്രേ. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയമാണ് വർണ്ണിക്കുന്നത്. ധർമ്മവിജയി, ലോഭവിജയി, ആസുരവിജയി എന്നിങ്ങനെ ദിഗ്വിജയികൾ 3 പ്രകാരത്തിലാണെന്ന് ഈ കൗടില്യൻ, അതായത് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള ചാണക്യൻ ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളത് പ്രഥമസ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ആ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ ഈ ദിഗ്വിജയം ചെയ്യുന്ന ആൾക്കാർ 3 പേരിലാണ്: ധർമ്മവിജയി, ലോഭവിജയി, ആസുരവിജയി. അപ്പോൾ ഇവരുടെ ദിഗ്വിജയം ആസുരമാണ്. അതുകൊണ്ടാണ് ആസുരവിജയി എന്ന് പറയുന്നത്. തം വീക്ഷ്യ ദുസ്സഹജവം രണൽക്കാഞ്ചനനോപുരം വൈജയന്ത്യാ സുജാജുഷ്ടം അംസന്യസ്തമഹാഗതം മനോവീര്യവരോത്സിക്രമസൃണ്യമകുതോഭയം ഭീതാ നിലില്യരേ ദേവാ താക്ഷഗ്രസ്ത ഇവാഹയാ. രണൽക്കാഞ്ചനനോപുരം, തങ്കച്ചിലങ്ക കിലുക്കിയും, വൈജയന്തി എന്ന സ്രജാജുഷ്ടം മാല ധരിച്ചും, അംസന്യസ്ത മഹാഗതം തോളത്ത് വെച്ച വലിയ ഗതയോടുകൂടിയും, മനോവീര്യ വരോത്സിക്രം മനക്കരുത്ത് കൊണ്ടും വരബലം കൊണ്ടും ഗർവിതനായും,
അസുരണ്യം എതിരറ്റവനായും അക്കുതോ ഭയം ഒന്നിനെയും പേടിക്കാതെയും ദുസ്സഹജവം സഹിക്കാനാവാത്ത വേഗതയോടുകൂടിയ തം വീക്ഷ അവനെ കണ്ട് ദേവന്മാര് താക്ഷത്രസ്ഥാഹ ഗരുഡനെ കണ്ടു പേടിച്ച് അഹയഹ ഇവ സർപ്പങ്ങളെപ്പോലെ ഭീതരായിട്ട് നിലില്യരെ ഒളിച്ചു എന്നർത്ഥം. സവൈ തിരോഹിതാൻ ദൃഷ്ടാഹ സഹസാ സ്വേന ദൈത്യരാട്ട് സേന്ദ്രാൻ ദേവഗണാൻ ക്ഷേപാൻ അപശ്യൻ വ്യനദഭൃശം. സഹ ദൈത്യരാട്ട് വൈ, ആ ദൈത്യരാജാവാകട്ടെ, സേന്ദ്രാൻ ഇന്ദ്രനടക്കമുള്ള ദേവഗണങ്ങളെ സ്വേന തൻ്റെ മഹസ പ്രഭാവത്താൽ ഭയന്ന് തിരോഹിതാൻ തിരോധാനം ചെയ്തതാകയാൽ അപശ്യൻ അവരെ ഒരിടത്തും കാണാതെ ക്ഷേപാൻ അവർ ഭീരുക്കളാണെന്ന് ദൃഷ്ട്വ കണ്ട് ഭൃശം ഉച്ചത്തില് വ്യനദത് അട്ടഹസിച്ചു. തതോ നിവൃത്ത ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം ബിജഗാഹേ മഹാസത്വവാർദ്ധിം മത്ത ഇവദ്യുപ. തഥ അവിടെ നിന്ന് നിവൃത്ത മടങ്ങിയിട്ട് മഹാസത്വ സഹ കൂറ്റനായിട്ടുള്ള അവൻ ക്രീഡിഷ്യൻ ക്രീഡാവിനോദത്തിന് ഭീമനിസ്വനം ആർത്തിരമ്പുന്ന ഗംഭീരം അഗാധമായ വാർദ്ധിം സമുദ്രത്തിലേക്ക് മത്തഹ ദ്യുപഹ ഇവ മദയാനയെപ്പോലെ ബിജഗാഹെ ഇറങ്ങിച്ചെന്നു. തസ്മിൻ പ്രവിഷ്ടേ വരുണസ്യ സൈനിക യാദോഗണ സന്നധിയ സസാധ്വസാഹ അഹന്യമാന അപി തസ്യ വർച്ചസ പ്രദർശിത ദൂരതരം പ്രതുദ്രുവോ. തസ്മിൻ അവൻ പ്രവിഷ്ടേ സമുദ്രത്തിൽ കടന്നപ്പോൾ വരുണസ്യ വരുണന്റെ സൈനികാഹ സൈന്യങ്ങളായ യാദോഗണാഹ ജലജീവികൾ അഹന്യമാന അപി ദ്രോഹിക്കപ്പെടാതെ തന്നെ സന്നധിയ ക്ഷീണിച്ച് സസാധ്വസഹ അവശരായിട്ട് തസ്യ അവൻ്റെ വർച്ചസ തേജസ് കൊണ്ട് പ്രദർശിതാഹ ഭയപ്പെട്ട് ദൂരതരം വളരെ ദൂരത്തേക്ക് പൃഥുദ്രുവോ ഓടിക്കുതിച്ചു. സ വർഷഭൂഗാനുദധു മഹാബലശരൻ മഹോർമീൻ ശ്വസനേരിതാൻ മുഹു മൗർവ്യാഭിജഘ്നേ ഗദയാ വിഭാവരീമാസേദിവാംസ്ഥാത പുരീം പ്രചേതസഃ. ഹേ താത, അല്ലയോ പ്രിയപ്പെട്ടവനെ, മഹാബലവാനായ സഹ അവൻ ഉദധൗ സമുദ്രത്തിൽ വർഷപൂകാൻ അനേക വർഷങ്ങൾ ചരൻ സഞ്ചരിച്ചുകൊണ്ട് ശ്വസനേരിതാൻ ശ്വാസവായുവാൽ ഉയർത്തപ്പെട്ട മഹോർമീൻ വമ്പിച്ച കൂറ്റൻ തിരമാലകളെ മൗർവ്യാഗതയാ ആ ഇരുമ്പിൻ്റെ ഗത കൊണ്ട് മുഹു വീണ്ടും വീണ്ടും അഭിജഘ്നെ അടിച്ചമർത്തി. പ്രചേതസഹ വരുണൻ പുരിയും രാജധാനിയായ വിഭാവരിയെ ആസേദിവാൻ പ്രാപിച്ചു. തത്രോപലഭ്യാസുരലോകപാലകം യാദോഗണാനാം ഋഷഭം പ്രചേതസം സ്മയൻ പ്രലബ്ധം പ്രണിപത്യ നീജവജ്ജഗാദമേ ദേഹ്യധിരാജ സംയുഗം. തത്ര അവിടെ യാദോഗണാം യാദസ്സുകളുടെ ഋഷഭം അധിപനും അസുരലോകപാലകം അസുരലോക പരിപാലകനുമായ പ്രചേതസം വരുണനെ ഉപലഭ്യ കണ്ടിട്ട് സ്മയൻ ചിരിച്ചുകൊണ്ട് പ്രലബ്ധം പരിഹാസഭാവത്തോടെ പ്രണിപത്യ നമസ്കരിച്ച് അധിരാജ മഹാരാജാവേ മേ എനിക്ക് സംയുഗം യുദ്ധത്തെ ദേഹി നൽകിയാലും ഇതി എന്നിങ്ങനെ നീചവത് നീചനെ പോലെ ജഗാദ പറഞ്ഞു. അപ്പോൾ അവിടെ ആ ശ്ലോകങ്ങളിൽ ഈ ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയമാണ് വർണ്ണിക്കുന്നത്. അദ്ദേഹം സ്വർണ്ണ നിർമ്മിതമായ കാൽച്ചിലമ്പിൻ്റെ ശബ്ദത്താൽ സ്വർഗലോകം മുഖരിതമാക്കി വൈജയന്തി എന്ന മാലയും ധരിച്ച് ഗദയും തോളിൽ വെച്ച് മനോബലം സ്വന്തം വീര്യം വരബലം ഇത്യാദികളാൽ ഗർവിതനായി ഒന്നിനെയും ഭയപ്പെടാത്തവനായി എവിടെയും തടസ്സം നേരിടാതെ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഗരുഡനെ കണ്ട നാഗങ്ങളെ പോലെ ദേവന്മാർ ഭയചകിതരായി ഒളിച്ചു. ഇന്ദ്രസഹിതരും മധോന്മത്തരുമായ ദേവഗണങ്ങൾ ഭയന്ന് ഓടി ഒളിച്ചത് കണ്ട് സ്വപ്രഭാവത്തെപ്പറ്റി ചിന്തിച്ച് അഹങ്കാരസൂചകമാം വണ്ണം ഈ അസുരൻ അട്ടഹസിച്ചു. സ്വർഗവാസികൾ ഇപ്രകാരം കീഴടങ്ങിയതിനാൽ അവിടെ യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. ഹിരണ്യാക്ഷൻ സ്വർഗലോകത്തു നിന്ന് ജയഭേരിയോടെ മടങ്ങി. മതിച്ച ആനയെപ്പോലെ ബലിഷ്ഠനായ ഹിരണ്യാക്ഷൻ അത്യന്തം ഭയങ്കരമാം വണ്ണം ശബ്ദായമാനമായ സമുദ്രത്തിൽ പ്രവേശിച്ചു.
ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ പ്രവേശിച്ച സമയത്ത് ആ സമുദ്രത്തിൽ താമസിക്കുന്ന വരുണന്റെ സൈന്യങ്ങളായിട്ടുള്ള തിമിംഗിലം തുടങ്ങിയിട്ടുള്ള ജലജീവികൾ ആ അസുരന്റെ പ്രഭാവത്താൽ ഭയപ്പെട്ട് ഓടി ഒളിച്ചു. അതുകൊണ്ട് അവയെ നിഗ്രഹിക്കേണ്ടതായി വന്നില്ല അസുരന്. അവരൊക്കെ പേടിച്ചോടി അത്രേ. ഇങ്ങനെ മഹാബലവാനായ ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ വളരെ കാലം വിഹരിച്ചു. തൻ്റെ ശ്വാസവായുവാൽ തിരമാലകൾ ഉയർന്നു. തൻ്റെ ഇരുമ്പ് ഗത കൊണ്ട് ആ തിരമാലകളെ താടിച്ചു. ജലജീവികൾ പലായനം ചെയ്തതിനാൽ ഗത പ്രയോഗിക്കാൻ അവസരമൊന്നും കിട്ടിയില്ല. തിരമാലകളിൽ ഗത ആഞ്ഞടിച്ച് തൻ്റെ അമർഷം ശമിപ്പിച്ചു എന്നർത്ഥം. അതാണ് അയാൾ ചെയ്തത്. അയാളുടെ ആ കയ്യൂക്കും ആ ഗതയുടെ മാഹാത്മ്യവും ഒക്കെ ഒന്ന് അറിയണ്ടേ. അതിന് തിരമാലകളിൽ ആ ഗത എടുത്ത് അടിച്ചു എന്നാണ്. അനന്തരം വരുണന്റെ ആസ്ഥാനമായ വിഭാവരി എന്ന നഗരിയിൽ പ്രവേശിച്ചു. അത് ഓർത്തു വയ്ക്കുക. വിഭാവരി എന്നുള്ളത് വരുണന്റെ ആസ്ഥാനത്തിൻ്റെ പേരാണ്. ആ വിഭാവരിയിൽ ചെന്ന് യാദസ്സുകൾ എന്നുള്ള വാക്ക് വേദപ്രസിദ്ധമാണ്. ജലജീവികൾ എന്നർത്ഥം. ആ ജലജീവികളുടെ നാഥനും അസുരന്മാരുടെ ലോകമായ പാതാളത്തിൻ്റെ അധിപനുമായ വരുണനെ കണ്ടു. വഞ്ചനാത്മകമായി പുഞ്ചിരിച്ചുകൊണ്ട് നീചനെ പോലെ വരുണന്റെ മുമ്പിൽ നമസ്കരിച്ച് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇപ്രകാരം വരുണനെ പുകഴ്ത്തുകയും ചെയ്തു. ത്വം ലോകപാലോധിപതിർബൃഹച്ഛവാഹ വീര്യാപഹോ ദുർമദവീരമാനിനാം വിജിത്യ ലോകേഖില ദൈത്യദാനവാന യദ്രാജസൂയേന പുരായജൽ പ്രഭോ. ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, യത് ഏത് ലോകപാലാധിപതി, ലോകപാലരുടെ അധിപനും ബൃഹച്ഛവാഹ മഹാകീർത്തിമാനും ദുർമദവീരമാനിനാം അഹങ്കാരത്താൽ വീരന്മാരെന്ന് നടിക്കുന്നവരുടെ വീര്യാപഹ വീര്യത്തെ നശിപ്പിക്കുന്നവനുമായ ത്വമങ്ങ് പുരാ പണ്ട് ലോകേ ലോകത്തിലെ അഖില ദൈത്യദാനവാന് സകല ദൈത്യരെയും ദാനവരെയും വിജിത്യ ജയിച്ച് രാജസൂയേന രാജസൂയയാഗത്താൽ അയജത് യജിച്ചു. അവിടെ വരുണനോട് പറയാണ്, അല്ലയോ പ്രഭുവായുള്ളവനെ, അങ്ങ് ലോകപാലന്മാരുടെ അധിപതിയാണ്, സൽകീർത്തിമാനാണ്, മധോന്മത്തരായ വീരന്മാരുടെ വീര്യത്തെ കീഴടക്കിയവനാണ്. പണ്ട് ലോകത്തിലുള്ള ദൈത്യന്മാരെയും ദാനവന്മാരെയും ദിഗ്വിജയത്തിൽ കീഴടക്കിയിട്ട് രാജസൂയ യാഗം നടത്തിയവനാണ്. അപ്പോൾ വരുണൻ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ദിക്പാലകനാണ്. ദിതിയും ധനുവും ദക്ഷപുത്രിമാരാണ്. കശ്യപനിൽ ദിതിയിൽ ജനിച്ചവർ ദൈത്യന്മാർ, ധനുവിൽ ജനിച്ചവരാണ് ദാനവന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ആദിദൈത്യനായ ഹിരണ്യാക്ഷൻ വരുണനോട് ദൈത്യദാനവന്മാരെ ജയിച്ചവനാണെന്ന് പറയുന്നത് ഒരാത്മപ്രശംസ മാത്രമാണ്. ഈ കൽപ്പത്തിലായിക്കോളണമെന്നില്ല, ഇതിനു മുമ്പത്തെ കൽപ്പത്തിലായിരിക്കണം ചിലപ്പോൾ ഈ ദൈത്യദാനവന്മാരെയൊക്കെ വരുണൻ ജയിച്ചിട്ടുണ്ടാവും. എന്തായാലും വരുണനൊന്ന് പൊക്കി പറഞ്ഞതാണ് ഈ ഹിരണ്യാക്ഷൻ തൻ്റെ അഹങ്കാരം കൊണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു വ്യാജസ്തുതിയാണ്. നിന്ദയാ സ്തുതയെ സ്തുത്യ നിന്ദായാവ അവഗമനം വ്യാജസ്തുതി എന്നാണ് വ്യാജസ്തുതിക്ക് അലങ്കാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളെ നമ്മളുടെ വശത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥതയില്ലാതെ അയാളെ സ്തുതിച്ചു കളയും. ഇതിനാണ് പൊതുവെ നിന്ദാസ്തുതി വ്യാജസ്തുതി എന്നൊക്കെ പറയുന്നത്. നിന്ദിച്ചുകൊണ്ട് പറയുമ്പോൾ നിന്ദാസ്തുതി എന്ന് പറയും. വ്യാജമായി, അതായത് കെട്ടിച്ചമച്ചൊക്കെ സംസാരിക്കുമ്പോൾ വ്യാജസ്തുതി എന്ന് പറയും. ഇവിടെ ഒരു വ്യാജസ്തുതിയാണ് സത്യത്തിൽ. ഹിരണ്യാക്ഷൻ ഇപ്പോൾ ആവശ്യം തനിക്ക് പറ്റിയൊരു പ്രതിയോഗിയെ മാത്രമാണ്. സ ഏവം ഉത്സിക്രമതേന വിദ്യുഷാഹ ദൃഢം പ്രലബ്ധോ ഭഗവാനപാമ്പതി രോഷം സമുദ്ധം ശമയൻ സ്വയാധിയാഹ സവോചദംഗോപശമം ഗതാമയം. ഏവം ഈ വിധം ഉത്സിക്രമതേന അത്യധികം അഹങ്കരിച്ച് വിദ്യുഷ ശത്രുവിനാൽ ദൃഢം ശക്തിയായി ഏവം ഇപ്രകാരം പ്രലബ്ധ പരിഹസിക്കപ്പെട്ട സഹ ഭഗവാൻ ആ മഹാനായ അപാമ്പതി വരുണൻ സമുദ്ധം ഉദിച്ചു വന്ന രോഷം കോപത്തെ സ്വയാധിയ തൻ്റെ വിവേകത്താൽ ശമയൻ ഒതുക്കിയിട്ട് വ്യവോചത്ത് മറുപടി പറഞ്ഞു. അംഗ സുഹൃത്തെ, ഭയം നാം ഇപ്പോൾ ഉപശമം സമാധാനത്തെ ഗതാഹ പ്രാപിച്ചിരിക്കുകയാണ്. പശ്യാമി നാന്യം പുരുഷാത് പുരാതനാദ്യ സംയുഗേ ത്വാം രണമാർഗകോവിദം ആരാധയിഷ്യത്യസുരർഷഭേഹിതം മനസ്സിനോയം ഗൃണത്തെ ഭവാദൃശ. ഹേ അസുരർഷഭ, അല്ലെ അസുരശ്രേഷ്ഠ, യം ഏതൊരുവൻ രണമാർഗകോവിദം ത്വാം യുദ്ധവിദഗ്ധനായ അങ്ങയെ സംയുഗേ യുദ്ധത്തിൽ
ആരാധയിഷ്യതി, തൃപ്തിപ്പെടുത്തുവാനായിട്ട്, പുരാതനാത് പുരുഷാത്, ആദിപുരുഷനിൽ നിന്ന് അന്യം വേറെ യം ആരെയും ന പശ്യാമി ഞാൻ കാണുന്നില്ല. മനസ്സിനഹ സന്മനസ്സുള്ള, ഭവാദൃശാഹ നിന്നെ പോലെയുള്ളവർ, യം യാതൊരുവനെ ഗൃണത്തെ പുകഴ്ത്തുന്നുവോ തമവനെ ഇഹി പ്രാപിക്കുക. നമ്മളൊരു പുതിയൊരു വാക്ക് കാണുന്നു, ഇഹി എന്നിങ്ങനെ. ഈ ഇണ് ഗതൗ ലോട്ട് പരസ്മൈപതി മധ്യമ പുരുഷൻ ഏകവചനം ഇഹി ആണ്. അസുരർഷഭ ഇഹി എന്നാണ് അവിടെ ആ ശബ്ദം മുറിക്കേണ്ടത് എന്നർത്ഥം. അതിൻ്റെ ഛേദം അങ്ങനെയാണ് വരിക. അസുരർഷഭ ഇഹി എന്നാണ്. അപ്പം ഇഹി എന്നുള്ളൊരു പദം അധികം അങ്ങനെ കേൾക്കാറില്ല. തം വീരമാരാദഭിപദ്യ വിസ്മയ ശയിഷ്യസേ വീരശയേ ശുഭിർവൃതഃ യസ്തദ്വിധാനാമസതാം പ്രശാന്തയേ രൂപാണി ദത്തേ സദനുഗ്രഹേച്ഛയ. തദ്വിധാനാം നിന്നെ പോലത്തെ, അസതാം ദുഷ്ടന്മാരുടെ, പ്രശാന്തയെ നാശത്തിനായും, സദനുഗ്രഹേച്ഛയ സജ്ജനങ്ങളുടെ അനുഗ്രഹേച്ഛയാലും, യഹ യാതൊരുവൻ, രൂപാണി നാനാരൂപങ്ങളെ, ധത്തെ സ്വീകരിക്കുന്നുവോ, തം വീരം ആ വീരനെ, ആരാത് താമസം വിന, അഭിപദ്യ പ്രാപിച്ച്, വിസ്മയ ഗർഭ നശിച്ചവനായിട്ട്, ശുഭി നായ്ക്കളാൽ, വൃതഹ ചുറ്റപ്പെട്ട്, വീരശയെ വീരന്മാർക്ക് യുദ്ധത്തിൽ കിടക്കാനുള്ളിടത്ത്, ശയിഷ്യസെ കിടക്കും. അപ്പം ഇങ്ങനെ ആ ഹിരണ്യാക്ഷനോട് വരുണൻ പറയുന്ന വാചകങ്ങളാണ്. ഏറ്റവും അഹങ്കരിച്ചവനായ ശത്രുവിനാൽ ഇപ്രകാരം പരിഹസിക്കപ്പെട്ടിട്ടും ഭഗവാനായ വരുണൻ തനിക്കുണ്ടായ രോഷത്തെ സ്വബുദ്ധി കൊണ്ട് നശിപ്പിച്ച് ഹിരണ്യാക്ഷനോട്, അല്ലയോ പ്രിയപ്പെട്ടവനെ, നാം ഇപ്പോൾ സമാധാനകാംക്ഷിയാണെന്നും യുദ്ധത്തിന് ഒരുക്കമില്ല എന്നും പറഞ്ഞു. യുദ്ധമാർഗത്തിൽ സമർത്ഥനായ അങ്ങയെ നേരിടുവാൻ പുരാണ പുരുഷനായ ഭഗവാനിൽ നിന്ന് അന്യനായി ആരെയും ഞാൻ കാണുന്നില്ല. അദ്ദേഹം അങ്ങയെ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ആരാധിക്കും. അല്ലയോ അസുരശ്രേഷ്ഠ, ധീരന്മാരായവരാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാനെ പോലെയുള്ളവർ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ പ്രാപിച്ചാലും ആ വീരനെ അങ്ങ് താമസം വിനാ പ്രാപിക്കണം. എന്നാൽ അഹങ്കാരമൊക്കെ ശമിച്ച് വീരന്മാരുടെ ശയനസ്ഥാനമായ യുദ്ധാങ്കണത്തിൽ നായ്ക്കളാൽ ചുറ്റപ്പെട്ടവനായി ശയിക്കാൻ ഇടവരും. ഭഗവാൻ അങ്ങയെപ്പോലുള്ള അസത്തുക്കളെ നശിപ്പിക്കാനും സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനും അവതാരങ്ങൾ സ്വീകരിക്കുന്നു. അപ്പം ഇവിടെ ഈ വാചകങ്ങളിൽ ഇനി വരാൻ പോകുന്ന കാര്യം വരുണൻ തുറന്ന് പറയുകയാണ്. അതായത് ഭഗവാനെ അങ്ങ് കാണും, നിങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും, നിങ്ങൾ മരിച്ചു വീഴും, നിങ്ങളുടെ ശവശരീരം ആ യുദ്ധക്കളത്തിൽ നായ്ക്കളും മറ്റൊക്കെ കടിച്ചു വലിക്കാൻ ഇടവരും എന്നർത്ഥം. ഭാഗവതത്തിൽ പലയിടത്തും സ്മയം എന്നൊരു വാക്ക് കാണാം. സ്മയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരം. അതായത് സാഖ്യത്തിലെ അഹങ്കാരമല്ല, നമ്മൾ സാധാരണ ഈഗോ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന അഹങ്കാരം. അവനവൻ്റെ ശരീരബലത്തിലും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലുമൊക്കെ നമ്മൾ ആരാണെന്ന് അറിയാതെ നമ്മൾ അഹങ്കരിക്കാറുണ്ടല്ലോ. ആ അഹങ്കാരത്തിനാണ് സ്മയം എന്ന് പറയാം. വിഗതഃ സ്മയഃ യസ്മാത് സഹ, വിഗതസ്മയ. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇത് ഈ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയേ ഹിരണ്യാക്ഷ ദിഗ്വിജയേ സപ്തദശോധ്യായ. അപ്പോൾ ഈ അധ്യായം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത അധ്യായം ആരംഭിക്കുന്നതോടെ ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിൽ നടന്ന ഘോരമായ യുദ്ധമാണ്. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ.